അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു യുവതിനെയും കുഞ്ഞിനെയും കാണാതായ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹല എന്ന് പേരുള്ള 30 വയസ്സുള്ള യുവതിയും ഒരു 7 വയസ്സുള്ളവരെ മോനെയാണ് കാണാതായത്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നൊരു സമയത്തേക്കാണ് അവർ പെട്ടെന്ന് വീട്ടിൽ നിന്ന് മിസ്സാവണേ. ബാങ്കിൽക്കാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അവരെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അവരെ വേഗം കണ്ടെത്തട്ടെ. ഇത്തരത്തിൽ പോകുന്ന സ്ത്രീകളെയൊക്കെ പൊതുവെ എല്ലാവരും കുറ്റപ്പെടുത്തും. വളരെ മോശം സ്ത്രീകളായിട്ടാണ് ചിത്രീകരിക്കുക. എന്തുകൊണ്ടിരിക്കും ഒരു ഭാര്യ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു സ്ത്രീ ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളെ കൂടെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും എളുപ്പം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീനെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. ആ സ്ത്രീനെ കൊണ്ടുപോയ ആ ധൈര്യം കാണിച്ച 3 മക്കളുള്ള ഭാര്യ പ്രസവിച്ച് കിടക്കണം, അവൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കണം. ആ സമയത്ത് ആ ഭാര്യനെ മറന്ന് കുട്ടിനെ മറന്നിട്ട് ഈ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുപോയ ഒരാളുണ്ടല്ലോ, ഇയാൾ ആരും കുറ്റം പറയില്ല. എല്ലാവർക്കും കുറ്റം പറയാൻ എളുപ്പം ആരെയാണ്? ഈ സ്ത്രീകളെയാണ്. സത്യത്തിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്തും മുൻപ് എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടായതെന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടേ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ തക്കതായ ഒരു റീസൺ ഉണ്ടായിരിക്കും. ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇയാളിപ്പോൾ ഈ പോയതിനെ ന്യായീകരിക്കണം, അമ്മാതിരി തമ്മാടിത്തരം പറഞ്ഞിട്ട് വരണ്ട. പോയതിനെ ഒരു കാലത്ത് നമ്മൾ ന്യായീകരിച്ചുള്ള എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ ഇത്തരം പോക്കിനെ നമ്മൾ എതിർത്തിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മളൊരാളെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്ത് നമ്മുടെ വീഴ്ച. ചില പുരുഷന്മാർ കുടുംബത്ത് ഭാര്യമാരെ കാണുന്ന രീതി തന്നെ എങ്ങനെയാണ്? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന വെറും ഒരു ഉപകരണം, ഒരു സെക്സ് ടോയ് ആയിട്ട് മാത്രം കാണാം. ചില ആൾക്കാർ മതിയായ സെക്സ് പോലും അവർക്ക് കൊടുക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എല്ലാ കുറ്റവും കൂടി സ്ത്രീകളുടെ തലയിൽ ഇടലില്ല. ഒരു സ്ത്രീ എന്താണെന്ന് പുരുഷൻ ആദ്യം മനസ്സിലാക്കണം. ഒരു സ്ത്രീക്ക് എന്താണ് ആഗ്രഹം? ചില സ്ത്രീകളുണ്ട്, അവർക്ക് സ്പർശനങ്ങളാണ് മെയിൻ. അതായത് അവരെന്തേലും ചെയ്തു കഴിഞ്ഞാൽ അവരെ സ്നേഹത്തോടെ വാരിപ്പുണരുക, അവരെ അഭിനന്ദിക്കുക. ഇങ്ങനെ അവർക്ക് എപ്പോഴും ഒരു സ്പർശനങ്ങൾ. അത് സെക്സ് അല്ല. ഈ സ്പർശനം എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ വരിക, ഇവർക്ക് ഇതിൻ്റെ കുറവാണ്, ഇത് കിട്ടാത്തത് കൊണ്ടാണ്, ഇത് മൂത്തിട്ടാണ്. അതിനുപയോഗിക്കുന്ന പല പ്രയോഗങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഫാമിലിയൊക്കെ ആയിട്ട് കാണുന്ന ആളുകളായതുകൊണ്ട് ഞാൻ ആ വേർഡൊന്നും ഞാൻ യൂസ് ചെയ്യണില്ല. അപ്പം അതിൻ്റെ കുറവൊന്നുമല്ല. ഈ സ്പർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ കൈകൾ പിടിച്ചിരിക്കുന്നത്, ആ ഒരു സ്നേഹപ്രകടനങ്ങൾ എന്നുള്ളത് ഫിസിക്കലി അവർക്ക് ഫീൽ ചെയ്യണം. ഇതാകെ ഭർത്താവ് ഈ ഭാര്യയെ തൊടുന്നത് രാത്രി ആരും കാണാതെ ഇവൻ്റെ ഇംഗിതം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ്. അവൾക്കൊരു ഓർഗാസം വന്നിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കാനുള്ള ബോധം എനിക്കില്ല. അവളുടെ സംതൃപ്തിയൊന്നും ഉള്ള വിഷയം. ഞാൻ ഹക്കായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നെഞ്ചത്ത് കൈവച്ച് സ്ത്രീകൾ പറ, ഓർഗാസം എന്നുള്ളത് ലൈഫിൽ പോലും കേൾക്കാത്ത ആളുകൾ, ഭർത്താവിൽ നിന്ന് കിട്ടാത്തവർക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുടുംബിനികൾ വരും. അപ്പോൾ ആരാണ് സ്വന്തം ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് ആ ഭാര്യ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ചില ആളുകൾക്ക് സ്പർശനങ്ങൾ വേണ്ട, അവർക്ക് നല്ല വാക്കുകൾ മതി, നല്ല പഞ്ചാര വാക്കുകളാണ് അവർക്ക് വേണ്ടത്. നിങ്ങൾ അവരെ കെട്ടിപ്പിടിച്ചിട്ടോ അവരെങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ കൈമാറ്റോ, അവർക്ക് കൊടുക്കാനുള്ളത് നല്ല നല്ല വാക്കുകൾ. അവർക്ക് പേര് പോലും വിളിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അവരുടെ പേര് എന്തെങ്കിലും മിശ്രിയ എന്നാണെങ്കിൽ അവർക്കിഷ്ടം മിശ്രിയ എന്ന് വിളിക്കണ, രജിസ്റ്ററിൽ പേര് എഴുതി വിളിക്കണ പോലെ, അക്ഷയയിൽ പേര് വിളിക്കണ പോലെ പേര് വിളിക്കാനല്ല, മിസുറോ എന്നൊക്കെ വിളിക്കുന്ന സ്നേഹവാക്കുകൾ കേൾക്കുമ്പോഴാണ് അവരുടെ ഹോർമോണുകൾ, അവരുടെ സ്നേഹത്തിൻ്റെ ആ ഒരു പ്രകടനം അവർക്ക് വരിക. അപ്പോൾ ഇതൊന്നും അറിയാതെ ഭാര്യയുടെ ടേസ്റ്റ് എന്താണെന്നറിയാതെ ജീവിക്കുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തല്ല. ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണുണ്ടെങ്കിൽ ആ ഇറങ്ങിപ്പോകുന്ന സ്ത്രീനെ കുറ്റപ്പെടുത്താനായിട്ട് 100,000 പേര് വരും. സ്ത്രീകളടക്കം ഇത്തരം സ്ത്രീകളെ കുറ്റപ്പെടുത്തും. കണ്ടില്ലേ, ഓളങ്ങനെ ഇറങ്ങിപ്പോയത് കണ്ടില്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് അവർ നാട്ടുകാർക്കും വീട്ടുകാർക്കും സൊസൈറ്റിക്കും അംഗീകൃതമല്ലാത്ത ഒരാളെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം എത്തുന്നുണ്ടെങ്കിൽ 2 കാരണങ്ങളാണ് അതിനുണ്ടാവുക. ഒന്ന്, അവർക്കത്രയും അനീതി ബോധ്യപ്പെട്ട് രക്ഷപ്പെടുകയാണ് ഞങ്ങളെന്ന് തോന്നൽ. 2, വെറും ഒരു തോന്നിവാസം. ഈ രണ്ടാമത്തെ തോന്നിവാസം വളരെ റയറേ സംഭവിക്കുള്ളൂ. ഒന്ന്, ഇവർക്കൊന്നും സ്വന്തമായിട്ട് ജോലിയില്ല. ഇവർക്കൊരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ആ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് പോകണവരാന്ന് വിചാരിക്കുക. അതൊന്നുമല്ല. ഒരാൾ ജീവിതം കൊടുക്കാന്ന് പറയുമ്പോൾ അപ്പുറത്തൊരാളുണ്ട്, ഓനക്ക് ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്, ഓൻ്റെ ഭാര്യ പ്രസവിച്ചെടുക്കുകയാണെന്ന് അറിയണത്. എന്നിട്ട് ഓന് ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഈ പെണ്ണിനെയും വിളിച്ച് പോകുമ്പോൾ ഞാൻ ആ പെണ്ണിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തൂല. അവർ ഇതുപോലെയുള്ള ആണുങ്ങളുണ്ട്, കുറേ ആണുങ്ങൾ, അവരെവിടെയെങ്കിലുമൊക്കെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാക്കും. എന്നിട്ട് ഹസ്ബൻഡിനിപ്പോൾ
പഴയ പോലെ ഇതൊന്നും ഇല്ലല്ലേ. ഓൻക്ക് ഈ സ്വകാര്യ കാര്യങ്ങളൊക്കെ അറിയാം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് അതിനെ ഇങ്ങനെ തിരിച്ച് ഇവൻ്റെ വലയിലാക്കും. എന്നിട്ട് പാവം സ്ത്രീകൾ ഈ വാക്കും കേട്ട് ഇറങ്ങിപ്പോകും. പക്ഷേ സൊസൈറ്റി മുഴുവനും കുറ്റപ്പെടുത്തുക, അശ്ലീലം മറ്റത് മറിച്ചത്, അങ്ങനെ മുഴുവൻ പ്രാക്ക് മുഴുവനും ആർക്കാണ്? ആ സ്ത്രീക്കാണ്. ഒരു കാര്യം ഞാൻ പറയാം, ആ പോയ സ്ത്രീ അതുകൊണ്ട് സന്തോഷിക്കുകയൊന്നുമില്ല. അവർക്കറിയാം അത് സന്തോഷമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ അവരാരോടോ വിരോധം തീർക്കാൻ വേണ്ടി പോവുക. ആ കുഞ്ഞിനെ അതിൻ്റെ വാപ്പാക്ക് കൊടുക്കലാ നല്ലത്. ആ കുഞ്ഞിനെ അതിൻ്റെ വാപ്പാക്ക് കൊടുക്കുക. നിങ്ങൾ പ്രസവിച്ച ഒരാളൊക്കെ തന്നെ ആവാം, പക്ഷെ ആ കുഞ്ഞിൻ്റെ വാപ്പ നല്ലപോലെ നോക്കട്ടെ. പൊതുവെ സ്ത്രീകൾക്ക് കുടുംബത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള സന്തോഷമോ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള അവരൊരു അടിമകളാക്കിയിട്ടോ അല്ലെങ്കിൽ അവർ വെറും പ്രസവിക്കാനുള്ളൊരു ഉപകരണങ്ങൾ, ഭർത്താവിന് ചീത്ത പറയാനുള്ളൊരു വസ്തു, ഭർത്താവിൻ്റെ ഇംഗിതങ്ങൾ തീർക്കാൻ വേണ്ടൊരു ഉപകരണം മാത്രമാക്കി കാണുന്ന നല്ലൊരു വിഭാഗം ആണുങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് അടുത്തൊരു മൊയ്ലിയരെ ഭാര്യ വിളിച്ച് സങ്കടം പറയാണ്. ഈ മൊയ്ലിയർ കാണാൻ എന്താ പറയുക, നല്ല പേരും പെരുമയൊക്കെ ഉള്ള ഒരാളാണ്. ഇപ്പോൾ ഇയാളുടെ കുടുംബ സ്വത്തുണ്ട്, ഇയാളെ ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, അങ്ങനെ കുടുംബ സ്വത്ത് കിട്ടി, പെങ്ങന്മാർക്ക് കൊടുത്തു, മറ്റ് സഹോദരങ്ങൾക്ക് കൊടുത്തു, ഓരോരുത്തരുടെയും സ്വത്തുകളൊക്കെ വിഭജനം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണം ഉപയോഗിച്ചിട്ടാണ് ആ വീടൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അയാൾ നല്ലൊരു ജോലി നാട്ടിലുണ്ടെങ്കിലും ആ വീട് നിർമ്മിക്കാൻ പ്രധാനമായിട്ടും ആ ഒരു യുവതിയുടെ സ്വർണ്ണാഭരണങ്ങളും പിന്നെ പെണ്ണിൻ്റെ വാപ്പ കുറച്ച് കൊടുത്ത കാശൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം തനിക്ക് കിട്ടിയ ആ വീടുണ്ടാക്കി, അയാൾ നേരത്തെ സ്വന്തം പേരിലെ ഈ പറമ്പ് സ്വന്തം പേരിലാകുന്നതിന് മുൻപ് തന്നെ വീടൊക്കെ നിർമ്മിച്ചിരുന്നു. അങ്ങനെ ഈ വീട് ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇയാൾ എന്താ ചെയ്തത്? ഇയാളുടെ പേരിൽ മാത്രമാക്കിയത് ചുരുക്കി. ഇയാളുടെ പേരിൽ മാത്രം എന്തുള്ളൂ ആ വീടുള്ളൂ. അപ്പോൾ ഈ പെണ്ണ് ചോദ്യം ചെയ്തു. ചോദ്യമല്ല, ഒരു അപേക്ഷ പോലെ പറഞ്ഞു, അല്ല എൻ്റെ സ്വർണ്ണവും ഇതൊക്കെ എടുത്തിട്ടല്ലേ നിങ്ങളത് എടുത്തത്, അപ്പോൾ അതിൻ്റെയും കൂടി പേരിലാക്കണ്ടേ, അതല്ല അതിൻ്റെ ഒരു രീതി, ഇത് നിങ്ങളുടെ പേരിൽ മാത്രമല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞതോടുകൂടി ഇയാൾ തെറ്റി. ആ ഒരു സ്ത്രീ ചെയ്തൊരു തെറ്റായൊരു കാര്യമാണോ? ഒരു ഭർത്താവ് അയാളുടെ വീടും പുരയിടൊക്കെ ഭാര്യയുടെയും കൂടി സ്വർണം ഉപയോഗിച്ചിട്ട് ഭാര്യയുടെയും കൂടി ബെനിഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് വീടും പുരയിടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് ആ ഭാര്യയുടെയും കൂടി പേരിലാക്കുന്നതുകൊണ്ട് എന്ത് പ്രശ്നമാണ്? ചില ആണുങ്ങളുടെ ധാരണ അങ്ങനെ ഭാര്യയുടെ പേരിലാക്കി കഴിഞ്ഞാൽ എന്തോ മലമറിക്കണ സംഭവം ഉണ്ടാവണം. അത് പണ്ടത്തെ ഒരു വിശ്വാസമാണ്. ആ ഭാര്യയുടെ പങ്കുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ആ ഭാര്യ വിശ്വാസം ഉണ്ടെങ്കിൽ അവളുടെ പേരിലും കൂടി ആക്കി കൊടുക്കണം. അതുകൊണ്ട് വലിയ പ്രയാസമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങളുടെ സ്വർണ്ണം ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ വീടും പുരയിടവും നിങ്ങളുടെയും കൂടി പേരിലാണോ? അതല്ല ഇപ്പം നിങ്ങൾ പറയണം എൻ്റെ പേരിലൊന്നും ആക്കണ്ട എന്ന് പറഞ്ഞ് ഇഷ്ടപ്രകാരം വിട്ടുകൊടുത്തതാണോ? ചില ആണുങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്തോ ഞാൻ ഈ ഭാര്യയുടെ അടിപ്പാവാട അലക്കാൻ പോണ ഒരാളാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് കരുതുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എന്തിനാണ് ഇപ്പം അങ്ങനെ ചിന്തിക്കുന്നത്? എന്തിനാണ്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മുസ്ലിം സമൂഹത്തിൽ നിന്നാണ് ഇത്തരം പോക്ക് കൂടുതൽ. ശരിയല്ലേ? അതിനൊരു വർഗീയമായിട്ട് മറ്റല്ല കാണുന്നത്. ഇത്തരം പോക്ക് കൂടുതൽ എവിടെ നിന്നാണ്? മുസ്ലിം സമൂഹത്തിൽ നിന്നാണോ നമ്മൾ തിരിച്ചറിയാം. എന്നിട്ട് അതിൽ നിന്ന് പരിഹാരം കാണാം. കുടുംബത്തൊരു പുരുഷൻ ഒരു ഭാര്യനെ തൻ്റെ ഭാര്യ ഏത് ഇനമാണെന്ന് അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രകൃതമെന്ന് തിരിച്ചറിഞ്ഞ് സ്നേഹിച്ചാൽ ഒരു പെണ്ണും നിങ്ങളെ വിട്ട് പോയില്ല. നിങ്ങളുടെ പണം അവർക്ക് പ്രശ്നമല്ല, നിങ്ങളുടെ ആരോഗ്യം അവർക്ക് പ്രശ്നമല്ല, നിങ്ങളുടെ സൗന്ദര്യം പ്രശ്നമല്ല. നിങ്ങളെന്ന വ്യക്തിയുടെ ബിഹേവിയറാണ് അവർ നോക്കുക, അവരുടെ പ്രകൃതം, നിങ്ങളുടെ പെരുമാറ്റം, അതിനാണ് പ്രാധാന്യം. നിങ്ങൾ വിട്ടുകഴിഞ്ഞ് പോകില്ല. അപ്പോൾ ഞാൻ പറയുമ്പോൾ ആ സാഹചര്യത്തിലേക്ക് എന്ന സാഹചര്യം ഉണ്ടാക്കിയ ആണുങ്ങളുണ്ടല്ലോ, അവരും കൂടി ഇതിൻ്റെ ഉത്തരവാദികളാണ്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഒരു പള്ളിയുടെ ഫോട്ടോയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട്, എല്ലാ പള്ളികൾക്കും ഓരോ പ്രത്യേകത ഉണ്ട്. ഈ പള്ളി ഏതാണെന്ന് പറയാമോ? ചരിത്രത്തിലെ വളരെ പ്രസക്തമായ ഒരു പള്ളിയുടെ ഫോട്ടോയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ പള്ളിയെക്കുറിച്ചുള്ള ഈ പള്ളിയുടെ പേരാണ്, ഈ പള്ളി എവിടെ സ്ഥിതി ചെയ്യുന്നു, അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.